ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ PSCയിൽ ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത് SCERT ബുക്കുകളിൽ നിന്നാണ്. അപ്പോൾ ആ ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 7ാം അധ്യായമായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള PSC ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഏത് തീയതിയിലാണ്? ആൻസർ 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26. 2, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ? ആൻസർ 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക്കായ അന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്, 1950 ജനുവരി 26. 3, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. 4, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 5, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 6, ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷം? ആൻസർ 1950. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1950. ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1951. ഇന്ത്യയിലെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 1951 മുതൽ 56 വരെയായിരുന്നു ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. 8, ആദ്യ പഞ്ചവത്സര പദ്ധതിയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയ മേഖല ഏത്? ആൻസർ കൃഷി. ആദ്യ പഞ്ചവത്സര പദ്ധതിയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയ മേഖലയാണ് കൃഷി. 9, ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് MS സ്വാമിനാഥൻ. 10, ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ എന്ന് പറയുന്നത് വർഗീസ് കുര്യനാണ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി വർഗീസ് കുര്യനാണ്. 11, ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? വർഗീസ് കുര്യൻ. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വർഗീസ് കുര്യൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം? ആൻസർ 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷമാണ് 1956. 13, സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ആൻസർ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാനം രൂപീകൃതമായത് എപ്പോൾ? ആൻസർ 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം 1956 നവംബർ 1. 15, കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആര്? ആൻസർ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. 16, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ആൻസർ ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ആര്യഭട്ട. 17, ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? 1975. ആര്യഭട്ട വിക്ഷേപിച്ച വർഷമാണ് 1975. 18, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൻ്റെ അതായത് ISROയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ വിക്രം സാരാഭായ്. വിക്രം സാരാഭായിയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അഥവാ ISROയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി. 19, ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് എവിടെ? ആൻസർ പൊക്രാൻ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് രാജസ്ഥാനിലെ പൊക്രാനിലാണ്.
20. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം. ആൻസർ 1974. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷമാണ് 1974. 21. ഹരിത വിപ്ലവവുമായി പ്രധാനമായി ബന്ധപ്പെട്ട സംസ്ഥാനം ഏത്? ആൻസർ പഞ്ചാബ്. ഹരിത വിപ്ലവവുമായി പ്രധാനമായി ബന്ധപ്പെട്ട സംസ്ഥാനമാണ് പഞ്ചാബ്. 22. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ആൻസർ രാജസ്ഥാൻ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. 23. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഡേഷ് ആണ്. ആൻസർ ഭരണഘടനാ സ്ഥാപനം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 24. ദേശീയ വികസന കൗൺസിൽ നിലവിൽ വന്ന വർഷം. ആൻസർ 1952. ദേശീയ വികസന കൗൺസിൽ നിലവിൽ വന്ന വർഷമാണ് 1952. 25. ഇന്ത്യയുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷം? ആൻസർ 1951-52. ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1951-52. നമ്മൾ ഇതുവരെ പഠിച്ചത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട PSC ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഏത് തീയതിയിലാണ്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. 2. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഏത് തീയതിയിലാണ്? ആൻസർ 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26-നും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നുമാണ്. 3. ഇന്ത്യ സ്വതന്ത്രമായത് ഏത് വർഷം? ആൻസർ 1947. ഇന്ത്യ സ്വതന്ത്രമായത് 1947. 4. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950-ലാണ്. 5. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? ആൻസർ ലോർഡ് മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. 6. ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറൽ ആര്? ആൻസർ സി രാജഗോപാലാചാരി. ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. 7. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 8. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ആൻസർ 1950. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. 9. ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. 1951. ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 10. ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ആൻസർ കൃഷി വികസനം. ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൃഷി വികസനവും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യാവസായിക വികസനവുമാണ്. 11. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ മുൻഗണന നൽകിയ മേഖലയാണ് വ്യവസായം. 12. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ നോർമൻ ബോർലോഗ്. നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 13. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ആൻസർ MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. 14. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ആൻസർ വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. 15. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച സ്ഥാപനം. ആൻസർ NDDB. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച സ്ഥാപനമാണ് NDDB. 16. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നത് ഏത് വർഷം? ആൻസർ 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷമാണ് 1956. 17. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ഫസൽ അലി.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി. 18. കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഏത് തീയതിയിലാണ്? ആൻസർ 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. 19. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആര്? ആൻസർ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. 20. ISRO സ്ഥാപിതമായ വർഷം? ആൻസർ 1969. ISRO സ്ഥാപിതമായ വർഷം 1969. 21. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ആര്യഭട്ട. 22. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? 1975. 1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. 23. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന സ്ഥലം? ആൻസർ പൊക്രാൻ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന സ്ഥലം രാജസ്ഥാനിലെ പൊക്രാനിലാണ്. 24. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമമാണ് സ്മൈലിംഗ് ബുദ്ധ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം സ്മൈലിംഗ് ബുദ്ധ. 25. ഇന്ത്യയുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ആൻസർ 1951-52. ഇന്ത്യയുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1951-52 വർഷക്കാലം. 26. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52. 27. ഇന്ത്യയുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം? 21 വയസ്സ്. ഇന്ത്യയുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ്. 28. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ആൻസർ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. 29. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26. 30. ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിവസം? ആൻസർ 1950 ജനുവരി 26. ഇന്ത്യയെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിവസം 1950 ജനുവരി 26. 31. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 32. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി? ആൻസർ ഓപ്ഷൻ ഡോക്ടർ S രാധാകൃഷ്ണൻ എന്ന ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ. 33. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1950. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. 34. ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1951. 35. ആദ്യ പഞ്ചവത്സര പദ്ധതിക്ക് മുൻഗണന നൽകിയ മേഖല? ആൻസർ കൃഷി. 36. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? ആൻസർ വ്യവസായവൽക്കരണം. പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് പഠിച്ചത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 51. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയ മേഖല കൃഷി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വ്യവസായവൽക്കരണം. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? ആൻസർ PC മഹാലനോബിസ്. 38. ഹരിത വിപ്ലവം ആരംഭിച്ച ദശകം? ആൻസർ 1960കൾ. ഹരിത വിപ്ലവം ആരംഭിച്ച ദശകമാണ് 1960കൾ. 39. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ആൻസർ MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. 40. ധവള വിപ്ലവത്തിൻ്റെ പിതാവ്? ആൻസർ വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ. 41. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച വർഷം? ആൻസർ 1970. 41. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച വർഷം 1970. 42. ബാങ്കുകളുടെ ദേശീയവൽക്കരണം നടന്ന വർഷം? 1969. ബാങ്കുകളുടെ ദേശീയവൽക്കരണം നടന്ന വർഷം 1969. 43. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഏതു വർഷം?
ആൻസർ 1971. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ വർഷം 1971. 44. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ആൻസർ ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. 46. അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. ആൻസർ 1977. അടിയന്തരാവസ്ഥ പിൻവലിച്ച വർഷം 1977 47. ജനതാ പാർട്ടി അധികാരത്തിലെത്തിയ വർഷം. ആൻസർ 1977. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975. പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1977. 1977 തന്നെയാണ് ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിയതും. 48. 42-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ വർഷം. ആൻസർ 1976. 42-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ വർഷം 1976. 49. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷ എന്നീ വാക്കുകൾ ചേർത്ത ഭേദഗതി. ആൻസർ 42-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷ എന്നീ വാക്കുകൾ ചേർത്ത ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതി. 50. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ പാർട്ടി. ആൻസർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രണ്ടാമത് ജനതാ പാർട്ടി. 51. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 52. ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം 1950 ജനുവരി 26. 53. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 54. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 55. ഇന്ത്യയുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52. 56. ഒന്നാം ലോക്സഭ നിലവിൽ വന്ന വർഷം 1952. ഒന്നാം ലോകസഭ നിലവിൽ വന്ന വർഷം 1952. 57. ഒന്നാം പൊതു തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഇന്ത്യൻ ദേശീയ കോൺഗ്രസ്. ഒന്നാം പൊതു തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടിയാണ് ഇന്ത്യൻ ദേശീയ കോൺഗ്രസ്. 58. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. 59. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956 നവംബർ 1. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. 60. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബർ 1. 61. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. 62. കേരളത്തിലെ ആദ്യ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തിയത് 1957. കേരളത്തിലെ ആദ്യ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തിയത് 1957. 63. 5 വർഷ പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. ഈ 5 വർഷ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 64. ആദ്യ 5 വർഷ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. അതിന് ആദ്യ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം കാർഷിക വികസനം. 65. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. ആൻസർ 1960-കളിൽ. 66. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. 67. ശ്വേത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. 68. ഓപ്പറേഷൻ ഫ്ലഡ് ബന്ധപ്പെട്ട മേഖല. ആൻസർ പാൽ ഉൽപ്പാദനം. ഓപ്പറേഷൻ ഫ്ലഡ് ബന്ധപ്പെട്ട മേഖല പാൽ ഉൽപ്പാദനം. 69. ബാങ്കുകളുടെ ദേശീയവൽക്കരണം നടന്ന വർഷം 1969. 70. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് 1971. 71. ബംഗ്ലാദേശ് രൂപം കൊണ്ടത് 1971. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ 1971 തന്നെയാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടതും.
72 ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം 1975 ജൂൺ 25. 73 അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1977. അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1977 74 42-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കപ്പെട്ടത്. ആൻസർ 1976. 42-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കപ്പെട്ടത് 1976. 75 ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഐക്യവും അഖണ്ഡതയും എന്നീ പദങ്ങൾ ചേർത്ത ഭേദഗതി. 42-ാം ഭരണഘടനാ ഭേദഗതി 1976. 76 ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. 77 ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാബല്യത്തിൽ വന്ന തീയതി. ആൻസർ 1950 ജനുവരി 26. 78 ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. 79 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1950. 80 ഇന്ത്യയിലെ ആദ്യത്തെ 5 വത്സര പദ്ധതി ആരംഭിച്ച വർഷം. ആൻസർ 1951. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 81 ആദ്യ 5 വത്സര പദ്ധതിക്ക് മുൻഗണന നൽകിയ മേഖല. ആൻസർ കൃഷിയും ജലസേചനവും. 82 രണ്ടാം പഞ്ചവത്സര പദ്ധതി ശില്പി എന്നറിയപ്പെടുന്നത്. ആൻസർ PC മഹാനാലോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി PC മഹാനാലോബിസ്. 83 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വ്യവസായവൽക്കരണം. 84 ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52. 85 ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ആൻസർ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. 86 ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം. ആൻസർ ആന്ധ്ര. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 87 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട വർഷം. ആൻസർ 1953. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട വർഷം 1953. 88 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ആൻസർ ഫസൽ അലി. 89 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം. ആൻസർ 1956. 90 കേരള സംസ്ഥാനം രൂപീകൃതമായത്. 1956 നവംബർ 1. 91 കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ EMS നമ്പൂതിരിപ്പാട്. 92 ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ. ആൻസർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. 93 ഹരിത വിപ്ലവം ഇന്ത്യയിൽ ആരംഭിച്ച ദശകം. ആൻസർ 1960-കൾ. ഹരിത വിപ്ലവം ഇന്ത്യയിൽ ആരംഭിച്ച ദശകം 1960-കൾ. 94 ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ്. ആൻസർ വർഗീസ് കുര്യൻ. 95 ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച വർഷം. ആൻസർ 1970. 96 ബാങ്കുകളുടെ ദേശീയവൽക്കരണം നടന്ന വർഷം. ആൻസർ 1969. 97 1975 രാജ്യത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? ആൻസർ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 97 1975 രാജ്യത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണ്? അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 98 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിയായിരുന്നത്. ആൻസർ ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി. 99 ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം. ആൻസർ 1991. ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം 1991.
100. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ശില്പി. ആൻസർ ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ശില്പിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇതോടെ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട PSC ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.